എസ്റ്റിമേറ്റ് അനുസരിച്ചാണെങ്കിൽ നിലവിൽ ഈ മെട്രോ തിരുവനന്തപുരം മെട്രോ വരുന്നത് കൂടി കണക്കാക്കിയാണ് ഇതിൻ്റെ ഒരു റീ അലൈൻമെൻറ്റ് നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിലവിൽ പോകുന്ന റോഡ് സർവീസ് റോഡായി മാറുകയും അതിന് മുകളിൽ 4 വരി പാത വരികയും അവിടെ പ്രധാനപ്പെട്ട ഈ പറഞ്ഞ എല്ലാ വാഹനങ്ങൾക്കും താഴത്തെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വഴിപിരിഞ്ഞു പോകേണ്ടതില്ലാത്ത വാഹനങ്ങൾക്കെല്ലാം നേരെ അങ്ങ് പ്ലാമൂട്ടിലേക്ക് പോവുകയും ചെയ്യും. ഇതിൻ്റെ മുകളിൽ മെട്രോ റെയിൽ നിൽക്കുകയും ചെയ്യും. ഇതാണ് നിലവിൽ മനസ്സിലാക്കുന്ന ഒരു ഡിസൈൻ. ഇത് എത്ര വേഗം വരേണ്ടതുണ്ട് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇത് എന്നേ വരേണ്ടതായിരുന്നു. കാര്യം നമുക്ക് അവിടെ തടസ്സമായിട്ട് നിന്നത് പട്ടം ജംഗ്ഷനിൽ ഒരു മരമായിരുന്നു. പരിസ്ഥിതി സ്നേഹികൾ, വൃക്ഷ സ്നേഹികളെല്ലാം കൂടി ഒരുപാട് ഉടക്കുണ്ടാക്കി അതിന് ട്രാക്ക് ചെയ്ത് കൊണ്ടുപോയതാണ് ഈ ഫ്ലൈ ഓവർ വരാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇപ്പൊ ഐ തിങ്ക് ആ മരം റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ നിലവിലുള്ള ഗ്രൗണ്ട് ലെവൽ റോഡിൽ നിന്ന് 5 മീറ്റർ 5.5 വരെ നമുക്ക് വെർട്ടിക്കൽ ക്ലിയറൻസ് ഉണ്ടെങ്കിൽ നമുക്കൊരു എലിവേറ്റഡ് റോഡ് സിസ്റ്റം ഉണ്ടാക്കാം. അതിനകത്ത് ഓട്ടോറിക്ഷയും 2 വീലർ ഒഴിച്ച് ബാക്കി എല്ലാ വാഹനങ്ങൾക്കും കടന്നു പോകാവുന്ന രീതിയിലാക്കാം. പിന്നെ അതിന്റെ മുകളിൽ എഗെയിൻ 5.5 വെർട്ടിക്കൽ ക്ലിയറൻസ് വെച്ചിട്ട് മെട്രോ റെയിലിന്റെ തൂണുകൾ സ്ഥാപിക്കാം. അങ്ങനെ ഇപ്പൊ എറണാകുളത്ത് ഇടപ്പള്ളി ജംഗ്ഷൻ അങ്ങനെ ഉണ്ട്. അത് നമ്മുടെ ഗ്രൗണ്ട് ലെവൽ ട്രാഫിക്കും അതേപോലെ സിഗ്നൽ ക്രോസിംഗ്സ് അവോയ്ഡ് ചെയ്യാനായിട്ട് ഫ്ലൈ ഓവർ വെച്ചിട്ടുണ്ട് അവിടെ. അത് എഗെയിൻ ഈ പറഞ്ഞ 5.5 വെർട്ടിക്കൽ ക്ലിയറൻസ് ആണ്. അതേപോലെ അതിന്റെ മുകളിലാണ് മെട്രോ റെയിൽ പോകുന്നത്. അതേ സിസ്റ്റം, അതേ ഡിസൈൻ തന്നെ നമുക്ക് പട്ടത്തിനും ഈ പറഞ്ഞ കേശവദാസപുരത്തുനിന്ന് പട്ടം മുതൽ എവിടെ പ്ലാമൂട് വരെയും അല്ലെങ്കിൽ ഈവൻ തമ്പാനൂർ വരെയും നമുക്കൊരു എലിവേറ്റഡ് റോഡ് സിസ്റ്റം അവിടെ പോസിബിൾ ആണ്. അത് കൂടാതെ നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് ഔട്ടർ റിംഗ് റോഡ്സ് വേണം. കാര്യം നമ്മുടെ അതെ കാര്യം നമുക്ക് ഈ സിറ്റിയിലേക്ക് എല്ലാ വാഹനങ്ങളും വരുന്നതിന് പകരം അതിന് നമുക്കിപ്പോ തന്നെ മാർ ഇവാനിയോസ് കോളേജ് ആ ഒരു സ്ഥലം പേര് ഞാൻ മറന്നുപോയി, അവിടുന്ന് നമുക്ക് സിറ്റിയുടെ ഔട്ടർ റിംഗ് റോഡായിട്ട്, അതായത് ഹബ് ആൻഡ് സ്പോക്ക് ഡിസൈനിലുള്ള ഹൈവേസ് നമുക്ക് വരണം. അത് എലിവേറ്റഡ് ആയിരിക്കണം, എലിവേറ്റഡ് ആകും. അത് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റോഡ് ഇതേമാതിരി കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ എൻഹാൻസ് ചെയ്യുക. അതിന് പല മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സ് ആരെങ്കിലും അധികാരവർഗം എന്നെ ക്ഷണിക്കുകയാണെങ്കിൽ ഞാൻ ചെയ്തു തരാം. പിന്നെ നമുക്ക് വേണ്ടത് ഔട്ടർ റിംഗ് റോഡ്സ് ആണ്. ബാംഗ്ലൂർ സിറ്റിയിലെ പോലെ ഔട്ടർ റിംഗ് റോഡ്സ് എലിവേറ്റഡ് ആയിട്ട് നമുക്ക് കൂടുതൽ ലാൻഡ് അക്വയർ ചെയ്യാതെ തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ എവിടെയൊക്കെ പുറമ്പോക്ക് കയ്യേറിയിട്ടുണ്ട് അതൊക്കെ എവിക്റ്റ് ചെയ്തിട്ട് നമുക്ക് സുഗമമായിട്ടൊരു എലിവേറ്റഡ് ഔട്ടർ റിംഗ് റോഡ് ഉണ്ടാക്കാൻ പറ്റും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.